ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2220. ഇന്ന് ജനുവരി മാസം 28-ാം തീയതി. അനുതപിക്കുവാൻ പോലും ചിലർക്ക് അവകാശമില്ലേ? അങ്ങനെ ചിലരൊന്നും അനുതപിക്കേണ്ട എന്ന് ആരാണ് ഒരു കടുത്ത തീർപ്പ് കൽപ്പിക്കുന്നത്? 3 നോമ്പിന്റെ 3-ാം ദിവസം അനുതാപത്തെക്കുറിച്ച് ഓർക്കുന്നത് അവനവനുണ്ടാകേണ്ട അനുതാപത്തെക്കുറിച്ചാണ്. കടന്നു വന്ന വഴികളെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ടാക്കുക. തിരിഞ്ഞു നോക്കേണ്ടത് തിരുത്താൻ വേണ്ടിയാണ്. പുതിയ ചില നല്ല തീരുമാനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അതിന് പശ്ചാത്താപവും അനുതാപവും ഏറ്റുപറച്ചിലും ഒരു പുതിയ തുടക്കവുമൊക്കെ ആവശ്യമാണ്. പക്ഷേ സമൂഹം അതിനെ സമ്മതിക്കുന്നില്ലേ? സമൂഹമെന്ന് നമുക്ക് മൊത്തത്തിൽ അതിനെ അങ്ങനെ ഒറ്റപ്പേരിട്ട് കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. ആരൊക്കെയോ ചിലർ ദൈവം ഏതാണ്ട് മടുത്ത അവസ്ഥയിലാണ്. നിനവെ പട്ടണ നിവാസികളുടെ ജീവിതം അത്രത്തോളം അധാർമികമായി തകർന്നു. ഒന്നും മിണ്ടാതെ തന്നെ, അവരെ ഒന്നും അറിയിക്കാതെ തന്നെ എല്ലാം തീർത്ത് കളയാമായിരുന്നു. അതിനുള്ള അവകാശവും ഉടമസ്ഥതയും ഒക്കെ ഉള്ള ആളല്ലേ ദൈവം. എന്നിട്ടും അവരെ അതൊന്ന് ബോധിപ്പിക്കാനായി ദൈവം ശ്രമിക്കുന്നുണ്ട്. അതിന് ദൈവം കൂട്ടുപിടിച്ച ആളുടെ പേരാണ് യോന എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ. പ്രത്യേകിച്ച് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വന്തം ജനതയിൽപ്പെട്ട ഒരാളാണ്. കുറെ കൂടി ദൈവബന്ധമുള്ള ഒരാളെ തന്നെയാണ് ദൈവം അതിന് കൂട്ടുപിടിച്ചത്. പക്ഷെ അയാൾ അങ്ങ് സമ്മതിക്കുന്നില്ല. അനുതാപം പോലും തങ്ങൾക്ക് മാത്രം മതിയെന്നും തങ്ങൾക്ക് വെളിയിലുള്ള ഒരുവനും അനുതപിച്ച് ഒന്ന് നേടേണ്ടെന്നുമൊക്കെ ആ യോന പ്രവാചകൻ ഇങ്ങനെ നിശബ്ദമായി പ്രതികരിക്കുകയാണ്. എന്തായാലും ദൈവത്തിന് അവരെ ഒന്ന് അറിയിക്കണം, മടുത്തെന്ന്, മാനസാന്തരപ്പെടാനായിട്ട് ഇനിയെങ്കിലും ഒന്ന് തയ്യാറാവുക എന്ന് ഓർമ്മപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാനിതെല്ലാം നശിപ്പിക്കും. ഒപ്പമുള്ള മനുഷ്യരുടെ വീഴ്ചകളിലൊക്കെ നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് സന്തോഷിക്കുന്നുണ്ടോ? ഞാനും സന്തോഷിക്കുന്ന ഒരാളാണ്. നന്നായെന്നും അത് കിട്ടേണ്ടതായിരുന്നെന്നും അങ്ങനെയൊന്നും വീഴേണ്ടതായിരുന്നെന്നുമൊക്കെ. അതിനപ്പുറത്ത് അയാളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ അയാളെ ഒന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടപെടുന്നുണ്ടോ? ഒന്നും വേണ്ടേ. അയാളുടെ ഉള്ളിൽ ഒരു മാനസാന്തരം വരാൻ പാകത്തിന്, മനസ്സിനൊരു മാറ്റം വരാൻ പാകത്തിന് ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഇടപെടുന്നുണ്ടോ? എന്തായാലും മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും യോന നിവൃത്തിയില്ലാതെ നിനവെ പട്ടണത്തിൽ ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നുണ്ട്. അതിനുപോലും നമ്മൾ ഇതുവരെ ഒന്നും പാകപ്പെട്ടിട്ടില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ഒരാള് കണ്ണു നിറഞ്ഞ് നിലവിളിച്ചാല് ദൈവം കേൾക്കുന്നു, ദൈവം അയാൾക്ക് അനുകൂലമാകുന്നു, അയാളോട് കുറെ അനുഭാവത്തോടുകൂടി പ്രവർത്തിക്കുമെന്നൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത്? അവനവന്റെ ദൈവ ബോധത്തെ, ദൈവത്തെക്കുറിച്ചുള്ള ധാരണയെ കൂടി ഒന്ന് പരിശോധിപ്പാനായിട്ട് ഈ 3 നോമ്പിന്റെ നല്ല ദിനങ്ങൾ ഏതൊരാളെയും സഹായിക്കട്ടെ. ആമേൻ.